കഴിഞ്ഞ ദിവസമാണ് ഏലപ്പാറ ടൗണിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത്. പൂട്ടിയ ശേഷം യാത്രക്കാരും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രാഥമിക കാര്യനിർവഹണത്തിന് സൗകര്യമില്ലാതെ ദുരിതത്തിലാണ്. ദിനംപ്രതി നിരവധി പേർ എത്തുന്ന പ്രധാന ടൗണാണ് ഏലപ്പാറ. സ്ത്രീകളും പ്രായമായവരും അടക്കം ഏലപ്പാറ ടൗണിലെത്തുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഏലപ്പാറ പഞ്ചായത്തിൻ്റെ പൊതു കംഫർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിലാണ്. ഇതിപ്പോൾ കൂട്ടിയിട്ട് ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് യാതൊരു കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നില്ല. ഇതുപോലെ ഇവിടെ ഉള്ള ഡ്രൈവർമാർ, യാത്രക്കാർ, ഈ പ്രദേശത്തെ നിവാസികൾക്കെല്ലാം ശുചിത്വമായ ഒരു സേവനം ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്ഥാപനം അതിപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഇവിടുത്തെ മാലിന്യം കൂട്ടുവാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമാക്കി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ കേൾക്കുകയാണ്, ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിൻ്റെ 2ാം നില ഇത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വളരെ വൃത്തികെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നാണം കെട്ട ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോ ഈ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അനങ്ങാതിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് ചെമ്മണ്ണ് ഏലപ്പാറ ലോക്കൽ കമ്മിറ്റിയും DYFIയുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇത്തരം ഒരു അടിയന്തരമായൊരു സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കംഫർട്ട് സ്റ്റേഷൻ അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണം. ഏലപ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു 5 വർഷക്കാലത്തിനിടയിൽ 30ഓളം പ്രക്ഷോഭങ്ങൾ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഒന്നും തന്നെ നടക്കുന്നില്ല. റോഡിൻ്റെ 2 സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടിയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B. അനൂപ്, VP സുരേഷ്, ചെമ്മണ്ണ് ലോക്കൽ സെക്രട്ടറി S. അനിൽകുമാർ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ്, T. ജോർജ് കുട്ടി, CPIM ജനപ്രതിനിധികളായ എബിൻ ബേബി, സിനി വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.